വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള തിരൂരിലെ പൂന്തോട്ടം കാണുവാനാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക. അപ്പം നേരെ വീഡിയോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം തിരൂരിലാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിറയെ പൂക്കളുണ്ട്, നല്ല തടിച്ച പൂക്കളുണ്ട്. 2 കളറിലായിട്ടാണ് ഇവിടെ പൂക്കളുള്ളത്. എന്ത് തടിച്ച പൂക്കളാണിത്! അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ചേച്ചിമാരോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ ഈ പൂന്തോട്ടത്തിൽ തീരദേശ മേഖലയിൽ ഉണ്ണിയാൽ 17-ാം വാർഡിൽ ഒരു തീരദേശത്ത് മണ്ണിൽ ഈ പൂവ് ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ 4 വർഷമായി ഇപ്പോൾ ഇത് വിളയിച്ച് കാട്ടിക്കൊടുത്ത്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് മഴ കാരണം കുറച്ച് പൂവ് നഷ്ടത്തിലായി വന്ന്. ഈ ചുവപ്പ് പൂവ് ഞങ്ങൾക്ക് ഈ മറ്റേ മഞ്ഞ പൂവിൻ്റെ ഒപ്പം പൊന്തി വരാൻ പറ്റിയില്ല. കുറച്ച് നഷ്ടം ഞങ്ങൾക്ക് ഇപ്രാവശ്യം വന്നത്. പക്ഷെ ഞങ്ങൾ 4 കുടുംബങ്ങൾ കുടുംബശ്രീ അംഗങ്ങളും കൂടിയാണ് ഞങ്ങളിത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളിത് നിലം ഒരുക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ നിലം ഒരുക്കുന്നത് കുമ്മായ ഇട്ടിട്ട് നിലം ഒരുക്കും. എന്നിട്ട് പിന്നെ കിള കീറി ഞങ്ങൾ വണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ 1 മാസം പ്രായമുള്ള തൈ വെച്ച് പിടിപ്പിച്ച് ഞങ്ങൾ നല്ല കുഞ്ഞുങ്ങളെ നോക്കും പോലെ നോക്കിയെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അത് 4ാമത്തെ മാസത്തിൽ ഞങ്ങൾക്കിത് വിളവെടുപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് നല്ല കൂടുതലായിട്ട് വിളവെടുപ്പ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എല്ലാ ഭാഗങ്ങളിലും പൂവ് നഷ്ടത്തിലാണ്. എന്നതുപോലെ ഞങ്ങൾക്കും വളരെ വിഷമത്തിലാണ് ഞങ്ങൾ ഈ പൂവ് ഇങ്ങനെ കേടന്ന് പോയതുകൊണ്ട്. കാലാവസ്ഥയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റൂലല്ലോ, കാലാവസ്ഥ കാരണം കൊണ്ടാണ് ഇതായത്. എന്നാലും ചെറിയ തോതിൽ ഞങ്ങൾ വിളവെടുപ്പ് നടത്തുന്നുണ്ട്. മോശമില്ല, നല്ല രീതിയിൽ കൊണ്ട് ഇനിയും ഞങ്ങൾ ഇതിലും നല്ലൊരു ഞങ്ങൾ ഇന്നത്തെ വർഷം ഞങ്ങൾ നല്ല രീതിയിൽ നടത്തും എന്നാണ് ഞങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടുന്നത്. ബന്ധിച്ചിട്ട് ഞങ്ങളിതാ ഇവരോട് ഓണ ആശംസകൾ നേരുന്നു. താങ്ക് യു. ഇതാണ് നമ്മളെ ഇതല്ലോ, അത് ഓറഞ്ച്. ഇത് നല്ല ഭംഗിയിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടു. ഓറഞ്ച് അവിടെ അത്രക്കൊന്നുമില്ല, മഞ്ഞയാണ് കൂടുതലുള്ളത്. പക്ഷേ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നല്ല തടിച്ച പൂക്കളാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നടക്കാനുള്ള വഴിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് റോ ആക്കിയിട്ടാണ് നട്ടിട്ടുള്ളത്. നമ്മളിവിടെ വരാൻ കാരണം ഓണ സീസണായി. ഓണം വരാനുള്ള നല്ലൊരു ഇതിലാണ് ഞാനിപ്പോൾ പറയാൻ. ആളുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഓണമൊക്കെ അടുത്തെത്തിയില്ലേ, ആളുകളൊക്കെ വന്ന് തുടങ്ങി. ഈ ഭാഗത്ത് നല്ല തടിച്ച പൂക്കളാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. എല്ലാവരും സന്തോഷിക്കാൻ വരുന്നത്. ഇവിടെ 6000-ൽ അധികം ചെടികളുണ്ട്.
കാണുന്നത് വാടാർ മല്ലിയാണ്. ഈ ചെറിയ റോസ് പൂ. ഇവിടെ ചെണ്ടുമല്ലി മാത്രമല്ല വാടാർ മല്ലിയും ഉണ്ട്. ഇവിടുത്തെ കർഷകരാണ്. ഒരു വിളവെടുത്ത പൂവാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇൻഡ് ചെയ്യാണ്. അപ്പൊ ഓണ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.